നമസ്കാരം. 10 വർഷമായി ഡൽഹിയെ ഭരിച്ചു മുടിച്ച ആം ആദ്മി പാർട്ടി സർക്കാരിനുണ്ടാക്കി വെച്ച നഷ്ടം ചില്ലറയൊന്നുമല്ല. അഴിമതി അങ്ങ് തുടച്ചു മാറ്റാമെന്ന വീമ്പു പറഞ്ഞെത്തിയ മഹാന്മാർ വരുത്തിവെച്ച നഷ്ടം 2002 കോടിയാണ്. അതും പാർട്ടിയെ പിടികൂടിയ ആദ്യ അഴിമതിയായി മദ്യനയത്തിലൂടെ ആണ് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും AAP കെട്ടിയുയർത്തിയ ബിൽഡപ്പുകളെല്ലാം BJP ഭരണത്തിലെത്തിയോടെ നമ്മുടെ RSSകാരിയായ രേഖാ ഗുപ്ത അങ്ങ് തച്ചു വാർത്തു. AAP സർക്കാരിന്റെ പഴയ മദ്യനയം 2002 കോടിയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇക്കാര്യം CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി രേഖാ ഗുപ്ത CAG റിപ്പോർട്ട് ഡൽഹി നിയമസഭയിൽ അവതരിപ്പിച്ചു. അതേസമയം ആം ആദ്മി MLAമാർ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനെ എതിർത്തു. തുടർന്ന് അവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. വൻ സാമ്പത്തിക ക്രമക്കേടുകളാണ് മദ്യനയത്തിൽ നടന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദേശീയ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ മദ്യക്കേസിലെ അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, രാജ്യസഭാ MP സഞ്ജിത് സിംഗ്, മുൻ ഡൽഹി മന്ത്രി സത്യേന്ദർ ജെയിൻ എന്നിവർ ഉൾപ്പെടെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അറസ്റ്റിലായിരുന്നു. ഈ നിയമസഭാ സമ്മേളനത്തിൽ 14 CAG റിപ്പോർട്ടുകളും മേശപ്പുറത്ത് വെക്കുമെന്ന് ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2017-18 മുതൽ 2020-21 വരെയുള്ള 4 വർഷത്തെ മദ്യനയത്തെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടും സറണ്ടർ ചെയ്തു ലൈസൻസുകൾക്കും വീണ്ടും ടെൻഡർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഡൽഹി സർക്കാരിന് ഏകദേശം 890 കോടി രൂപയുടെ വരുമാന നഷ്ടം നേരിടേണ്ടി വന്നു. സോണൽ ലൈസൻസുകൾക്ക് അനുവദിച്ച ഇളവുകൾ കാരണം നടപടികളിലെ കാലതാമസം 941 കോടി രൂപയുടെ നഷ്ടത്തിന് കാരണമായതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടി 2021 ഡിസംബർ 28-നും 2022 ജനുവരി 27-നുമിടയിൽ ലൈസൻസുകൾക്ക് അനുവദിച്ച 144 കോടി രൂപയുടെ ഇളവ് റിപ്പോർട്ടിലെ ഏറ്റവും വിവാദപരമായ കണ്ടെത്തലുകളിൽ ഒന്നാണ്. എക്സൈസ് വകുപ്പിന്റെ സ്വന്തം നിലപാടിന് വിരുദ്ധമായി ഈ ഇളവ് ലഭിച്ചതെന്നും ഇത് കൂടുതൽ വരുമാന നഷ്ടത്തിലേക്ക് നയിച്ചുവെന്നും CAG ചൂണ്ടിക്കാട്ടി. കൂടാതെ സോണൽ ലൈസൻസുകളിൽ നിന്നും തെറ്റായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ശേഖരിച്ച് 27 കോടി രൂപയുടെ കുറവിന് കാരണമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2010-ലെ ഡൽഹി എക്സൈസ് നിയമങ്ങളിലെ ചട്ടം 35 നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാനും സർക്കാർ കഴിഞ്ഞില്ല. ചില റീറ്റെയിലർമാർ പോളിസിയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ ലൈസൻസുകൾ നിലനിർത്തിയപ്പോൾ മറ്റു ചിലർ അവ നേരത്തെ സറണ്ടർ ചെയ്തു എന്നും CAG കണ്ടെത്തിയിട്ടുണ്ട്. സറണ്ടർ ചെയ്യുന്നതിന് മുമ്പ് ലൈസൻസ് ഉടമകൾക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകാനുള്ള വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല. ഇത് വിതരണ തടസ്സങ്ങൾക്ക് കാരണമായി എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.